വൈറ്റമിൻ എയും സിയും അടങ്ങിയിട്ടുള്ളതും ഇരുമ്പിന്റെ കണ്ടന്റ് ധാരാളമുള്ളതും പോഷക സമൃദ്ധവുമായ ചീര. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീട്ടിൽ എളുപ്പം വളർത്താവുന്ന ഒരു പച്ചക്കറി കൃഷിയാണ് ചീര. നട്ട് 20-25 ദിവസത്തിനകത്ത് നമുക്ക് വിളവെടുക്കാൻ പറ്റും. ചെലവ് കുറഞ്ഞതും എന്നാൽ പോഷക സമൃദ്ധവുമായ ഒരു ഇലക്കറിയാണ് ചീര. ചീരയ്ക്ക് നല്ല ഡ്രെയിനേജ് ഉള്ള മണ്ണാണ് ഏറ്റവും നല്ലത്. നമ്മൾ മണ്ണ് ആദ്യം നല്ലപോലെ കിളച്ച് അതിൽ കുമ്മായം ഇട്ട് ട്രീറ്റ് ചെയ്യും. 10 ദിവസത്തിന് ശേഷം ചാണകപ്പൊടി, മണൽ, ജൈവവളം എന്നിവ ചേർത്ത് മണ്ണ് തയ്യാറാക്കും. ഈ തയ്യാറാക്കിയ മണ്ണിൽ ചീര വിത്ത് നേരിട്ട് മണ്ണിൽ വിതയ്ക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ചാണകപ്പൊടിയിലോ മണലിലോ വിത്ത് ചേർത്ത് നല്ലപോലെ കുഴച്ച ശേഷം വിത്ത് അല്പം വാരി വിതറണം. മുകളിൽ കുറച്ചു മണ്ണിടണം. ഈ വിത്ത് വിതറിയതിനു ശേഷം കുറച്ച് മണ്ണിടണം. അല്പം വെള്ളവും തളിക്കണം. രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം ലഘുവായി വെള്ളം കൊടുക്കണം. മണ്ണ് നനവ് വേണം, എന്നാൽ വെള്ളം കെട്ടി നിൽക്കരുത്. ചീര 10-12 ദിവസം ആകുമ്പോൾ നമുക്ക് ജൈവവളം നൽകാം. ചാണകപ്പൊടി, കമ്പോസ്റ്റ്, വെർമി കമ്പോസ്റ്റും നൽകാം. ചീരയ്ക്ക് നൈട്രജൻ കണ്ടന്റ് അടങ്ങിയ വളമാണ് നൽകേണ്ടത്. കഞ്ഞിവെള്ളത്തിൽ 2 ഇരട്ടി വെള്ളം ചേർത്ത് 1.5 വിട്ടുള്ള ദിവസം സ്പ്രേ ചെയ്ത് കൊടുക്കുകയോ, പിന്നെ പച്ചില വളം എന്തെങ്കിലും പച്ചില ഇട്ട് ഞവടി 2 ദിവസം വെച്ചിരുന്ന് ആ വെള്ളം വീട്ടുന്നതും ചീരയ്ക്ക് ഒരുപാട് ഗുണം ചെയ്യുന്നതാണ്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ചെടികൾ വളരാൻ തുടങ്ങും. പാഴ്ചെടികൾ നീക്കം ചെയ്യണം. ചെടികൾക്ക് നല്ല വായു സഞ്ചാരം ലഭിക്കണം. ചീരയ്ക്ക് 20-25 ദിവസത്തിനകത്ത് വിളവെടുക്കാം. നമ്മൾ മൂട്ടിൽ നിന്ന് മുറിച്ചാണ് എടുക്കുന്നത്. മുറിച്ചെടുത്താൽ തണ്ടോട് കൂടിയ ഇല വീണ്ടും വളർന്നു വരും. ഞാനിപ്പോൾ നട്ടപ്പോൾ പച്ചക്കീരയും ചുവന്ന കീരയും ഒരുമിച്ച് മിക്സ് ചെയ്താണ് നട്ടത്. അതിനാലാണ് ഇങ്ങനെ 2 കളർ ഒരുമിച്ച് കിട്ടിയിട്ടുണ്ട്. സീറോ ബഡ്ജറ്റിലുള്ള നമ്മുടെ ചീരകൃഷി നിങ്ങൾക്കെല്ലാം ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, കമന്റ് ചെയ്യണം. കൃഷിയിൽ താല്പര്യമുള്ള സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്. നന്ദി.